മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത കാലമാണെന്ന് ഇതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിലായിട്ടുള്ള തലപ്പള്ളി കുന്നംകുളം താലൂക്കിലെ വിവിധ തലങ്ങളിലുള്ള പട്ടയങ്ങൾ ഔപചാരികമായി ഈ ഗവൺമെന്റിന്റെ 3ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന 100 ദിന പരിപാടികളുടെ ഭാഗമായി ഇവിടെ വിതരണം ചെയ്യുകയാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തൊരു കാലമായി 3.5 വർഷക്കാലം പിന്നിട്ടപ്പോൾ കേരളത്തിൽ അടയാളപ്പെടുത്തുകയാണ്. കേരളത്തിൽ സമീപ ഭൂതകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ കൊടുത്തു എന്ന ഗവൺമെന്റ് ആ ഖ്യാതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഗവൺമെന്റാണ്. 5 വർഷക്കാലം കൊണ്ട് 1,75,711 പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ്. എന്നാൽ 3.5 വർഷക്കാലത്തിനിടയിൽ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ പട്ടയ മിഷനും പട്ടയ അസംബ്ലിയും പട്ടയ ഡാഷ്ബോർഡും എല്ലാമായി കേവലം 3.5 വർഷക്കാലം കൊണ്ട് 1,80,877 പട്ടയങ്ങൾ വിതരണം ചെയ്ത് ഐക്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തൊരു ഗവൺമെന്റായി ഗവൺമെന്റിന് മാറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള വസ്തുതകളിൽ കേരളത്തിലെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ അർഹരായ മുഴുവൻ പേർക്കും ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ പട്ടയം നൽകണമെന്നും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റണമെന്നും എല്ലാ ഭൂമിക്കും കൃത്യതയോട് കൂടിയിട്ടുള്ള രേഖ ഉണ്ടാകാനുള്ള ഡിജിറ്റൽ റീസർവേ നടത്തണമെന്നും വില്ലേജുകളിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെ ചങ്ങലബന്ധിതമായിട്ടുള്ള ഈ ഗവേണൻസ് സംവിധാനത്തെ സ്വാർത്ഥകമാക്കി വലിയ അളവിൽ സ്മാർട്ടായി റവന്യൂ വകുപ്പിന്റെ നടപടികളെ കൊണ്ടുപോകണമെന്നും ഏതാണ്ട് 3.5 വർഷക്കാലം മുമ്പ് രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഗവൺമെന്റ് ജില്ലാതല റവന്യൂ അസംബ്ലികളുടെ ഭാഗമായി ഉരുത്തിരിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ, കലക്ടർ അർജുൻ പാണ്ഡ്യൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.